ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ. ദൈവഭക്തി ഇല്ലാത്തവൻ്റെ പ്രത്യാശ നശിക്കും. അവൻ്റെ ആത്മവിശ്വാസം തകർന്നു പോകുന്നു. അവൻ്റെ ശരണം ചിലന്തി വലയാണ്. അവൻ തൻ്റെ ഭവനത്തിന്മേൽ ചാരുന്നു, എന്നാൽ അത് ഉറച്ചു നിൽക്കുകയില്ല. അവൻ അതിന്മേൽ മുറുകെ പിടിക്കും, എന്നാൽ അത് നിലനിൽക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഭയവും ദൈവഭക്തിയും വളർത്താൻ പൂർവികർ തന്നിട്ടുള്ള ചില നല്ല ശീലങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. കാലഹരണപ്പെട്ടു പോകുന്ന ആ നല്ല ശീലങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1268 ഖണ്ഡിക ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: കുടുംബം ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രഥമ വിദ്യാലയവും ഉന്നത മാനവികതയുടെ പാഠശാലയുമാണ്. കുടുംബം ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രഥമ വിദ്യാലയവും ഉന്നത മാനവികതയുടെ പാഠശാലയുമാണ്. മറ്റൊരു സ്ഥലത്ത് ഇപ്രകാരം 1657 ഖണ്ഡികയിൽ സഭ നമ്മെ പഠിപ്പിക്കുന്നു: കൂദാശകളുടെ സ്വീകരണം, പ്രാർത്ഥന, കൃതജ്ഞതാ പ്രകാശനം, വിശുദ്ധ ജീവിത സാക്ഷ്യം, ആത്മത്യാഗം, പരസ്നേഹ പ്രവർത്തനം എന്നിവ വഴി കുടുംബത്തിലെ പിതാവും മാതാവും മക്കളും മറ്റെല്ലാ അംഗങ്ങളും മാമോദിസ പൗരോഹിത്യം പ്രസ്പഷ്ടമായി അനുഷ്ഠിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, കാലഹരണപ്പെട്ടു പോകുന്ന ഈ നല്ല ശീലങ്ങളെക്കുറിച്ച് നമുക്കൊന്നൊന്നായി ചിന്തിക്കാം. ഒന്നാമത്തെ നമ്മൾ ഓർക്കേണ്ടതും കുറേയും കൂടി ഒരു മെച്ചപ്പെടുത്തേണ്ടതുമായ മേഖല കുടുംബ പ്രാർത്ഥനയാണ്. അപ്പോസ്തല പ്രവർത്തന 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കൊർണേലിയൂസിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയെ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയെ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. സഭാപ്രസംഗൻ 4-ാം അധ്യായം 12-ാം വാക്യം: ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും, മുപ്പിരി ചരട് വേഗം പൊട്ടിപ്പോവുകയില്ല. ഒരിക്കൽ കൂടി ആ വചനം കേൾക്കാം. സഭാപ്രസംഗൻ 4-ാം അധ്യായം 12-ാം വാക്യം: ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും, മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ് എൻ്റെയൊക്കെയും പണ്ട് ജീവിതകാലത്തിൽ ചെറുപ്പകാലഘട്ടങ്ങളിൽ എൻ്റെ മാതാപിതാക്കളെ ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൊടുത്തിരുന്ന പ്രാധാന്യം. കൃത്യസമയത്ത് അതിനെന്ത് വില കൊടുക്കേണ്ട വന്നാലും, ജോലി ആയാലും ബിസിനസ് ആയാലും എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കൃത്യസമയത്ത് എല്ലാവരും കൂടി, ഒരാൾ പോലും അതിൽ നിന്ന് ഒഴിവെടുക്കില്ല. അങ്ങനെയുള്ള ഒരു കുടുംബ പ്രാർത്ഥന നടക്കുന്ന കുടുംബങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. ഞങ്ങൾക്കാണ് ഒരു കുഞ്ഞിനെ എൻ്റെ അടുത്ത് ഒരു അപ്പച്ചൻ കൊണ്ടുവന്നു. വീട്ടിലവൻ വലിയ വഴക്കുണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ്. ഈ കിട്ടുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയും, അപ്പനെ അടിക്കും, ഇങ്ങനത്തെ ഒരു സ്വഭാവങ്ങൾ. അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ആ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ല. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും, മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ എതിർക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. നമ്മുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലായിരിക്കാം, പക്ഷെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പലവിധ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ, അവരൊന്നിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന ഒരു നല്ല അനുഗ്രഹം നിറഞ്ഞ ഒരു അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. രണ്ടാമത്തെ നമ്മൾ ചിന്തിക്കേണ്ട ഈ നല്ല ശീലങ്ങൾ, നമ്മുടെ പൂർവികർ നമുക്ക് പകർന്ന നല്ല ശീലങ്ങൾ. നമ്മുടെ വീട്ടിലെ രൂപക്കൂടുകളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വീട്ടിലെ രൂപക്കൂടെന്ന് വെച്ചാൽ 2ാമത്തെ അൾത്താരയാണ്. ആദ്യത്തെ അൾത്താര പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ നമ്മൾ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു അൾത്താരയുണ്ട്. അത് ആദ്യത്തെ അൾത്താര. എൻ്റെ സങ്കടങ്ങളും കഷ്ടങ്ങളും എൻ്റെ കണ്ണുനീരും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു അൾത്താര. അത് കഴിഞ്ഞ് പരിശുദ്ധ കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ഞാൻ തിരുഹൃദയത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും രൂപത്തിൽ പങ്കുവെക്കുന്ന 2ാമത്തെ അൾത്താരയാണ് നമ്മുടെ വീട്ടിലെ രൂപക്കൂട്. ഇവിടെ സഹോദരങ്ങളെ, ഈ രൂപക്കൂടിന് ഒരുപാട് മഹത്വം കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ഓരോ വീടുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ രൂപക്കൂടിൻ്റെ അവിടെ എല്ലാ സാധനങ്ങളും വെച്ചിരിക്കും. അതുപോലെ പൊടി പിടിച്ച രൂപങ്ങൾ, മാറാല പിടിച്ച രൂപങ്ങൾ, ഇതൊക്കെയും ഈശോയ്ക്ക് മഹത്വം കൊടുക്കുന്നതിൽ കുറവ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ് ഒരു സംഭവം. ഞാൻ അറിയുന്നൊരു വ്യക്തി
അവരുടെ വീട്ടിൽ മകളുടെ കല്യാണം നടക്കുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ ചെന്നു. രൂപക്കൂടിൻ്റെ അവിടേക്ക് നോക്കിയോ രൂപങ്ങളൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നു. അടിയിൽ നിറയെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നു. ഞാൻ അവിടുത്തെ ആ അമ്മച്ചിയോട് പറഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഈ രൂപക്കൂടൊന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു. ഒരു നല്ല പ്രാർത്ഥിച്ച് ഈ രൂപക്കൂട് ഈശോയ്ക്ക് മഹത്വം കൊടുത്തിട്ട് ഈ രൂപങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യിപ്പിച്ച് നല്ല പൊടിയും കളഞ്ഞ് അവിടെയുള്ള അടിയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ, അതായത് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വിശുദ്ധ ബൈബിളും ബാക്കിയുള്ള പ്രാർത്ഥന പുസ്തകങ്ങൾ മാത്രം മതിയെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ കർത്താവ് നമ്മൾ ശ്രദ്ധിക്കുന്നേ. ഈശോയ്ക്ക് മഹത്വം കൊടുക്കുമ്പോൾ ഈശോ ശ്രദ്ധിക്കും നമ്മളെ. ഒരാഴ്ചയിലുള്ളവർ പെയിൻറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കി രൂപക്കൂടൊക്കെ ഭംഗിയാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ അവരുടെ ആ മകളുടെ കുറേ നാളുകളെ കല്യാണം ആലോചിച്ചിട്ട് ശരിയാവാത്ത കല്യാണം ഈശോ അത്ഭുതകരമായി ഇടപെട്ട് കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ കർത്താവ് ഇടപെടുന്നേ. അപ്പോൾ ആ ഒരു നല്ല ശീലം നമ്മുടെ പൂർവികർ എപ്പോഴും വിശുദ്ധ വസ്തുക്കൾ അല്ലെങ്കിൽ രൂപങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഏറ്റവും പൂജ്യമായിട്ടാണ് നമ്മുടെ പൂർവികരേക്കും പെരുമാറുന്നതും ഒപ്പം അത് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു അനുഗ്രഹമാണേ. ഈ അനുഗ്രഹം ബോധ്യപ്പെടണം. ഇത് കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊരു വിശുദ്ധ സ്ഥലമാണെന്നും ഇത് രണ്ടാമത്തെ അൾത്താരയാണെന്നും ഇവിടെ അനുഗ്രഹമുള്ള സ്ഥലമാണെന്നും ഈശോയ്ക്ക് മഹത്വം കൊടുക്കുന്ന സ്ഥലമാണെന്നും കുഞ്ഞുമക്കളെയും പോലെ നമ്മളും ബോധ്യപ്പെടണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു മേഖല നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും അനുഗ്രഹത്തിന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുന്നതായിട്ടുള്ള മേഖല കുരിശ് വരയ്ക്കുന്ന മേഖലയാണ്. വിദ്യാലയത്തിലേക്ക് പോകുമ്പോഴും അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതുപോലെ വിദ്യാലയത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് കുരിശ് വരയ്ക്കുന്നൊരു നല്ലൊരു സ്വഭാവം, നല്ലൊരു പാരമ്പര്യം നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1666 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു: മക്കൾ വിശ്വാസത്തിൻ്റെ ആദ്യ സന്ദേശം സ്വീകരിക്കുന്ന ഇടമാണ് ക്രൈസ്തവ കുടുംബം. മക്കൾ വിശ്വാസത്തിൻ്റെ ആദ്യ സന്ദേശം സ്വീകരിക്കുന്ന ഇടമാണ് ക്രൈസ്തവ കുടുംബം. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം കുരിശടയാളം വരയ്ക്കുന്നതിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: കുരിശടയാളം വരയ്ക്കാതെ ഒരിക്കലും നിങ്ങൾ ഭവനം വിട്ടിറങ്ങരുത്. അത് നിങ്ങൾക്കൊരു വടിയും ആയുധവും ആർക്കും കീഴടക്കാനാകാത്ത കോട്ടയുമായിരിക്കും. ഈ വിധം ശക്തമായ ആയുധം ധരിച്ചിരിക്കുന്നത് കാണുമ്പോൾ മനുഷ്യരോ പിശാചുക്കളോ നിങ്ങളെ ആക്രമിക്കാൻ ധൈര്യപ്പെടുകയില്ല. ഒരിക്കൽ കൂടി നമുക്ക് നന്നായിട്ട് വിശുദ്ധം പറഞ്ഞൊരു കാര്യം കേൾക്കാം. കുരിശടയാളം വരയ്ക്കാതെ നിങ്ങൾ ഭവനം വിട്ടിറങ്ങരുത്. അത് നിങ്ങൾക്കൊരു വടിയും ആയുധവും ആർക്കും കീഴടക്കാനാകാത്ത കോട്ടയുമായിരിക്കും. ഈ വിധം ശക്തമായ ആയുധം ധരിച്ചിരിക്കുന്നത് കാണുമ്പോൾ മനുഷ്യരോ പിശാചുക്കളോ നിങ്ങളെ ആക്രമിക്കാൻ ധൈര്യപ്പെടുകയില്ല. നമുക്കറിയാം, വിശുദ്ധ അന്തോണീസിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ വിശുദ്ധൻ ഒരിക്കൽ ലിസ്ബനിലെ ദേവാലയത്തിൽ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. പരിശുദ്ധമ്മയോടും അതീവ ഭക്തനായിരുന്ന വിശുദ്ധൻ ദേവാലയത്തിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കറുത്ത ഭീകര സ്വത്വം വിശുദ്ധൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അട്ടഹസിച്ചുകൊണ്ട്. ആദ്യം കണ്ടപ്പോൾ ഒരു അല്പം ഭയപ്പെട്ടെങ്കിലും സക്രാരിയിൽ കർത്താവുണ്ട്, എൻ്റെ കൂടെ ഈശോ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴം വിശുദ്ധനിലേക്ക് വന്നു. ഉടനെ തന്നെ വിശുദ്ധൻ ആ കറുത്ത സത്വത്തിൻ്റെ നേരെ നോക്കി വിശുദ്ധ കുരിശ് വരച്ചു. ആ സത്വം അപ്പാടെ തന്നെ അപ്രത്യക്ഷമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മാർഗരറ്റിൻ്റെ ജീവിതം എടുത്തു നോക്കാം. മാർഗരറ്റിൻ്റെ ജീവിതത്തിൽ ചെറുപ്പകാലത്ത് തന്നെ അമ്മ മരിച്ചു. അപ്പൻ കൗമാരത്തിൽ വിശുദ്ധ മാർഗരറ്റിനെ ഉപേക്ഷിച്ചു. പിന്നെ ഒരു പരിചാരികയാണ് മാർഗരറ്റിനെ വളർത്തിയത്. വിശുദ്ധ മാർഗരറ്റ് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രീഫെക്റ്റ് വിശുദ്ധ മാർഗരറ്റിനെ അവളുടെ സൗന്ദര്യത്തിൽ ഇഷ്ടപ്പെട്ട് അവളെ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചു. ആ സമയത്ത് ഈശോയെ വേണ്ടെന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകണം എന്ന് അദ്ദേഹം ശഠ്യം പിടിച്ചപ്പോൾ വിശുദ്ധ മാർഗരറ്റ് അതിന് സമ്മതിച്ചില്ല. അദ്ദേഹത്തിന് അരിശം തോന്നി. വിശുദ്ധ മാർഗരറ്റിനെ ഒരു തടവറയിൽ അടച്ചു. ആ തടവറയിൽ ഇരിക്കുമ്പോൾ ഇവളെ കുറേ പീഡിപ്പിക്കുകയും ചെയ്തു. ഈ വിശുദ്ധയെ കുറേ പീഡിപ്പിച്ചു. പിന്നീട് ആ വിശുദ്ധ ആ തടവറയിലായിരിക്കുമ്പോൾ ഒരു പിശാച് ഈ വിശുദ്ധയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ പെട്ടെന്ന് കുരിശു വരച്ചപ്പോൾ പിശാച് അപ്രത്യക്ഷമായി. ഒപ്പം ശരീരത്തിലെ എല്ലാ മുറിവുകളും അപ്രത്യക്ഷമായി ആ തടവറയിൽ പ്രകാശം പരക്കുന്നത് കണ്ടു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഓർക്കുകയാണ്. ഒരു ചേച്ചി, അക്രൈസ്തവയായ ഒരു ചേച്ചി എന്നോട് പങ്കുവച്ചാണ്. എല്ലാ ദിവസവും രാവിലെ എൻ്റെ മകനെ ബാങ്കിൽ ജോലിക്ക് വിടുമ്പോൾ ഞാൻ കുരിശ് വരച്ചിട്ടേ വിടുള്ളൂ സിസ്റ്റർ. ഇന്ന് കുരിശ് വരയ്ക്കാൻ മറന്നു, പോകുന്ന വഴിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. വിശുദ്ധ കുരിശ് ഒരു ആഭരണമാണ്. വിശുദ്ധ കുരിശ് ഒരു ആയുധമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കളായി നമ്മളായാലും ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ
വിശുദ്ധ കുരിശ് വരച്ച സംരക്ഷണം ചോദിച്ചിട്ട് ഇറങ്ങാനുള്ള നല്ല ശീലം പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും കൂടി ഓർത്തെടുത്ത് അത് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല ശീലം നമ്മളെ പൂർവികർ നമുക്ക് പകർന്നു തന്നത്, ഇന്നും നമ്മൾ മറന്നു പോകുന്നത്, അല്ലെങ്കിൽ നേരമില്ലാത്തതിൻ്റെ, സമയമില്ലാത്തതിൻ്റെ, പല വ്യഗ്രതകളിലും നമ്മൾ വെട്ട് കഴിയുമ്പോൾ സമയമില്ലാത്തതിൻ്റെ പേരിൽ നിസ്സാരമാക്കി കളയുന്ന ഒരു നല്ല ശീലം മാസവണക്കങ്ങളാണ്. ഞാനൊക്കെയാണ് എൻ്റെ ചെറുപ്പകാലഘട്ടത്തൊക്കെ ഈ മെയ് മാസത്തിൽ നിത്യസഹായ മാതാവിൻ്റെ രൂപയ്ക്കും വെച്ച് പൂക്കളയ്ക്കും വെച്ച് അലങ്കരിച്ച് ഭംഗിയായിട്ട് ആ മെയ് മാസം വണക്കം ചൊല്ലി ജപം ചൊല്ലി, അതുപോലെ തന്നെ ഈ അവസാനം നല്ല മാതാവിൻ്റെ പാട്ടയ്ക്കും പാടി വണക്കമാസം കാലം കൂടി, അങ്ങനെയൊക്കെയുള്ളൊരു നല്ല അനുഭവങ്ങൾ. അതുപോലെ തിരുഹൃദയത്തിൻ്റെ രൂപം വെച്ച് ജൂൺ മാസത്തിൽ ഭംഗിയായിട്ട് അലങ്കരിക്കുന്നത്, മാർച്ച് മാസത്തിൽ ഔസേപിതാവിൻ്റെ രൂപം വെച്ചൊക്കെ ചെയ്യുന്നതും, ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാനായിട്ട് ജപമാല ചൊല്ലി അത് വാശിയോടെ ജപമാല ചൊല്ലുന്നതും, ഇതൊക്കെയും വലിയ ഒരു ദൈവ ഭയവും ദൈവഭക്തിയും പിന്നീടുള്ള ജീവിതത്തിൽ വളർത്തുന്നതിന് സഹായകമായിട്ടുണ്ട്. അതൊക്കെയാണ് നിലനിൽക്കുന്ന ആ ഒരു വലിയ അനുഗ്രഹങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു നല്ല കാര്യങ്ങൾ കൂട്ടിപ്പിടിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഞങ്ങൾക്കാണ് ഒരിക്കൽ ഒരു അമ്മ പങ്കുവച്ചതാണ്. അവരുടെ മകൻ ബാംഗ്ലൂർ പഠിക്കുകയാണ്. കൂട്ടുകാർ അവനെ നിർബന്ധിച്ചു, പുറത്തേക്കൊന്ന് ഔട്ടിങ്ങിന് പോയിട്ട് വരാം. പക്ഷെ അവൻ പോയില്ല. ബാക്കിയുള്ള കൂട്ടുകാർ പോയി. അവർ വലിയൊരു തിന്മയുടെ മേഖലയിലേക്കാണ് അവർ പോയത്. പക്ഷെ ഈ മകൻ പോവാത്ത കാരണം അവൻ അതിൽ പെട്ടില്ല. ഈ അമ്മ വീട്ടിലിരുന്ന് എന്താ ചെയ്യേണ്ടത്? ഈ അമ്മ വീട്ടിലിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു, കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മകൻ രക്ഷപ്പെട്ടത് ഈ അമ്മയുടെ ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥന മൂലം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനൊക്കെയാണ് എൻ്റെ അപ്പച്ചനും അമ്മച്ചും എനിക്ക് തന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇങ്ങനെയുള്ള നല്ല ശീലങ്ങളാണ്. ഇങ്ങനെയുള്ള നല്ല ശീലം കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. ഓർക്കെയാണ് മറ്റൊരു കാര്യം കർത്താവ് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ PG ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ അടുത്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ യൂണിവേഴ്സിറ്റി പരീക്ഷ ഒരു 2 ദിവസം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി പരീക്ഷ, തലേ ദിവസം യൂണിവേഴ്സിറ്റി പരീക്ഷ 2 ദിവസം മുമ്പ് എനിക്ക് കണ്ണിക്കേട് വന്നു. അപ്പം യൂണിവേഴ്സിറ്റി പരീക്ഷ കണ്ണിക്കേട് വന്നാൽ എളുപ്പമല്ല എഴുതാനായിട്ട്, വായിക്കാനും പറ്റുന്നില്ല. MSc പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ഞാൻ കെമിസ്ട്രി ആയതുകൊണ്ട് വായിക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ പരീക്ഷ പിന്നെ എഴുതുന്നത് എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഓർമ്മ വന്നു വീട്ടിൽ നൊവേന ചൊല്ലുന്ന ഒരു കാര്യം. അത് ഈ സെബസ്ത്യാനോസ് പുണ്യമുള്ള നൊവേന ചൊല്ലിയ ഇങ്ങനത്തെയുള്ള പീഡകളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുന്ന വീട്ടിൽ അപ്പനും അമ്മയും പഠിപ്പിച്ചെന്ന കാര്യം ഓർമ്മ വന്നു. ആ സമയത്ത് മുട്ടുകുത്തി നിന്ന് ഈ 9 ദിവസം വിശുദ്ധൻ്റെ മാധ്യസ്ഥം വെച്ച് നൊവേന ചൊല്ലാൻ തുടങ്ങി. ഈ നൊവേന ചൊല്ലി 2 ദിവസം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ അന്ന് കണ്ണ് ക്ലിയറായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു നല്ല ശീലം പരിശുദ്ധ കുർബാന. ഈശോയെ സ്വീകരിക്കാൻ, ഈശോയ്ക്ക് മഹത്വം കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഇടവപ്പള്ളിയിലുള്ള കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂയ്ക്കും അല്ലെങ്കിൽ പഠനം, ജോലി, ഈ കാര്യങ്ങളിലൊക്കെയും ഈ കർത്താവിൻ്റെ വലിയ ഇടപെടലുണ്ടാവും. ഈശോ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ കർത്താവ് തന്നെ ഇടപെട്ടുള്ള അവിടെയുള്ള ബ്ലോക്കുകളൊക്കെ മാറ്റി തരും. അവർക്കാണ് ഒരു കുഞ്ഞ്, അവന് അമേരിക്കയിലേക്ക് പോകാനായിട്ട് തടസ്സം. അവൻ അടുത്ത് വന്നവന് സിസ്റ്റർ പ്രാർത്ഥിക്കണം, അമേരിക്കയിൽ പോകാനായിട്ട് തടസ്സം. പെട്ടെന്ന് ഉള്ളിൽ തോന്നുകയാണ് അവനോട് നന്നായിട്ട് കുമ്പസാരിച്ച് ശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട്. അങ്ങനെ അവൻ കുമ്പസാരിച്ചു, പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. അന്ന് തന്നെ അമേരിക്കയിൽ പോകാനുള്ള തടസ്സങ്ങൾ മാറി. ഇപ്പോൾ അവൻ അമേരിക്കയിലാണ്. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കുന്നു പറഞ്ഞ ദൈവമാണ് തിരുവോസ്തി. പരിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുക്കണം. പരിശുദ്ധ കുർബാനയെ എല്ലാം കുടുംബാംഗങ്ങൾ മുഴുവനായിട്ട് എല്ലാ ദിവസവും പങ്കുകൊള്ളണം. ഞാൻ ഓർക്കുകയാണ്, സ്നേഹമുള്ള ഒരു ദൈവം, സ്നേഹത്തിൻ്റെ ഭ്രാന്തനായ ഒരു ദൈവം തിരുവോസ്തിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് അൾത്താരമേശയിൽ വരുമ്പോൾ അതിന് പരിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ മറ്റു വ്യഗ്രതകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈശോയ്ക്ക് സങ്കടമാവില്ലെന്ന് ചിന്തിക്കാം. മറ്റൊരു നല്ല പാരമ്പര്യം നമ്മൾ കൂട്ടിപ്പിടിക്കേണ്ടത് കുമ്പസാരം എന്ന കൂദാശയാണ്. നമുക്ക് ഓർക്കാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ, പണ്ടൊക്കെ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നന്നായി ഒരുങ്ങി വിശുദ്ധ കുദാശ, കുമ്പസാരം എന്ന വിശുദ്ധ കുദാശ ഈശോയാണ് ആ കുമ്പസാര കൂട്ടിലിരിക്കുന്ന ബോധ്യത്തോടെ നന്നായി ഒരുങ്ങി വിശുദ്ധ കുമ്പസാരത്തിന് നമ്മൾ പോകാറുണ്ട്. അപ്പം ഇന്നൊക്കെയും നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിന് അത്രയധികം ഗൗരവം കൊടുക്കുന്നത് കുമ്പസാരിക്കും. പക്ഷേ നമ്മൾ കുമ്പസാര കൂട്ടിൽ അടുത്തേക്ക് വരുമ്പോൾ നിൽപ്പ്, അനുതാപത്തോടുള്ള കുദാശ സ്വീകരിക്കാനുള്ള ഒരുക്കം, ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കാം. ഇതൊക്കെ ഒന്ന് ശരിയാക്കേണ്ടതില്ലേ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. കൃപയ്ക്ക് തടസ്സമായ എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞ്, അത് കർത്താവിനോട് ഏറ്റുപറയുന്നുള്ളതും
കർത്താവ് അതിനുവേണ്ടി നമുക്ക് പരിഹാരം ചെയ്യുന്ന ദൈവമാണെന്ന ആ ബോധ്യത്തോടു കൂടി ആയിരിക്കണം വിശുദ്ധ കുമ്പസാരം നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊരു നല്ല ശീലം നമ്മൾ കൂട്ടിപ്പിടിക്കേണ്ടത് നമ്മുടെ പള്ളിയിലെ പെരുമാറ്റങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 മക്കബായരുടെ പുസ്തകം 5-ാം അധ്യായം 19-ാം വാക്യം, കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തെരഞ്ഞെടുക്കുകയല്ല, ജനത്തിനു വേണ്ടി സ്ഥലം തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. കൂടിയ വചനം കേൾക്കാം. 2 മക്കബായർ 5-ാം അധ്യായം 19-ാം വാക്യം, കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തെരഞ്ഞെടുക്കുകയല്ല, ജനത്തിനു വേണ്ടി സ്ഥലം തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ പള്ളിയിലൊക്കെയും നോക്കിക്കഴിഞ്ഞാൽ സക്രാരിയുടെ 2 സൈഡിലും 2 കെടാവിളക്ക് എപ്പോഴും കത്തിക്കൊണ്ട് നിൽക്കും. അതിനർത്ഥമുണ്ട്, സക്രാരിയുള്ള ജീവനുള്ള ദൈവമാണെന്നും. അങ്ങനെയൊക്കെയാണ് ഓരോ ആഘോഷങ്ങൾ. ഇപ്പോൾ വിവാഹം എന്ന കുദാശയായിരിക്കാം, അല്ലെങ്കിൽ മമ്പൂസയായിരിക്കാം. ഓരോ കുദാശകളും കഴിഞ്ഞ് പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് പള്ളിയിലുള്ള പെരുമാറ്റം, ശരിക്കും പള്ളിയും ഓഡിറ്റോറിയം ഒരുപോലെ ആയിരുന്നു. പള്ളിയിലെ സംസാരം, പള്ളിയിലെ നിൽപ്പ്, അതിലെ നമ്മുടെ ആ പോസ്റ്റർ എല്ലാം അത് വിശുദ്ധിക്ക് യോജിച്ച വിധത്തിൽ അല്ലെങ്കിൽ അതിനാൽ തന്നെ അവിടെ അനുഗ്രഹക്കുറവുണ്ടാകും. ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, പള്ളിയിൽ നിന്ന് സംസാരിക്കണതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതൊരു അനുഗ്രഹക്കുറവാണെന്ന് ബോധ്യപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മ നിന്നതുപോലെ, ബലിയർപ്പിക്കാൻ നിന്നതുപോലെ, പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ നോക്കിയാൽ അമ്മ കൈകൂപ്പി നിന്ന് എളിമയോടെ നിൽക്കുന്ന അമ്മയുടെ ഭാവം നമുക്ക് കാണാം. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനായാണ് ഞാൻ കടാക്ഷിക്കുക. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഇവിടെ ദൈവമക്കൾ, അതുകൊണ്ട് വിശുദ്ധ സ്ഥലത്തുള്ള നമ്മുടെ നിൽപ്പ്, പെരുമാറ്റം, നമ്മുടെ വസ്ത്രധാരണങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെയും നല്ല ഭംഗിയായിട്ടുള്ള വസ്ത്രം ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് ദേവാലയത്തിൽ പോകാനായിട്ട് ഞങ്ങൾ മാതാപിതാക്കൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു വയ്ക്കും. അതൊക്കെ ഇന്ന് കൂട്ടിപ്പിടിക്കുമ്പോഴത് ഒരു അനുഗ്രഹമാണ്. ദേവാലയത്തിൽ അത്ര വിശുദ്ധിയോടുകൂടി പെരുമാറുന്നത് അനുഗ്രഹമാണ്, ഈശോയ്ക്ക് മഹത്വം കൊടുക്കേണ്ടത്. മറ്റൊരു മേഖല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല, ദൈവിക മൂല്യങ്ങളെ താറടിച്ച് കാണിക്കുന്ന, നിന്ദിക്കുന്ന, അല്ലെങ്കിൽ ഈശോയെ നിന്ദിക്കുന്ന, തരം താഴ്ത്തുന്ന സിനിമകൾ, സീരിയലുകൾ, ഈ കാര്യങ്ങളൊക്കെയും പാട്ടുകളൊക്കെ ഒന്നും അതിനോട് നോ പറയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തിലെ കൊച്ചുമക്കൾക്ക്, എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെയും ഈ ദൈവിക മൂല്യം, ഈശോയെ നിന്ദിക്കുന്ന, അല്ലെങ്കിൽ ഈശോയെ അവഹേളിക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധ കൂദാശകളെ അവഹേളിക്കുന്ന പാട്ടുകൾക്കൊക്കെയും കുടുംബത്തിൽ അത് നോന്ന് പറയാത്തത് കൊണ്ട് കുട്ടികൾ അനുഭവിക്കുന്ന, പിന്നത്തെ തലമുറകൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെയും അവരായിട്ട് മാതാപിതാക്കളായിട്ട് സംസാരിക്കുമ്പോൾ അതിൽ ഇടപെടേണ്ടി വന്നപ്പോൾ നമുക്ക് മനസ്സിലായ, ദൈവമേ, എത്രമാത്രം നമ്മുടെ ആത്മീയതയെ ബാധിക്കുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ദൈവിക മൂല്യങ്ങളെ നിന്ദിക്കുന്ന സീരിയലുകൾ, പാട്ടുകൾ, അതുപോലെ തന്നെ സിനിമകളൊക്കെയും അതിനോട് നോന്ന് പറയാനുള്ള ഒരു ആത്മധൈര്യം നമുക്കുണ്ടായിരിക്കണം. മറ്റൊരു മേഖല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാറ്റഗിസം. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കാറ്റഗിസത്തിന് പോകാൻ വളരെ മടിയാണ്. നമ്മളൊന്ന് ചിന്തിക്കണം, കർത്താവിൻ്റെ വചനം പഠിക്കാൻ നമ്മൾ ഒരു സമയം നീക്കി വയ്ക്കുമ്പോൾ ഈശോ നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരു കുഞ്ഞ്, ഞാൻ കാറ്റഗിസം പഠിപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു കുഞ്ഞെൻ്റെ കാറ്റഗിസം ക്ലാസ്സിൽ വരാൻ മടിയാണ്. അവന് വേറൊന്നുമല്ല, അവന് പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള സമയം ഈ കാറ്റഗിസം സമയത്ത് വരാൻ എളുപ്പമല്ല എന്ന് പറഞ്ഞ് അവൻ അറിയിച്ചു. പക്ഷെ അതുപോലെ പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾ ക്ലാസ്സിലുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അറിഞ്ഞു, ആ കുട്ടി പരീക്ഷയെ തോറ്റുന്നും ഇവരെ കാറ്റഗിസം പഠിക്കാൻ വന്ന കുഞ്ഞുങ്ങൾ നല്ല മാർക്കോടുകൂടി പാസ്സായതും അനുഭവം എനിക്കുണ്ട്. ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. ദൈവം ഇടപെടുന്നേ, ദൈവം ഇടപെടാതിരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാറ്റഗിസം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന്, കാരണം ഞാൻ എൻ്റെ ചെറുപ്പകാലഘട്ടത്തിലേക്കും കാറ്റഗിസത്തിന് പോകുന്ന ഒരു ഹരമായിരുന്നു, അതൊരു ലഹരിയായിരുന്നു. കാരണം അവിടെ ചെന്നാൽ ഈശോയെക്കുറിച്ച് അറിയണം, ഈശോയെക്കുറിച്ച് അനുഭവിക്കണം, അത് പഠിക്കണം, ആ ഒരു ലഹരി, ആ ഒരു ഹരം ഇന്ന് കുഞ്ഞുങ്ങളിലേക്ക്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുക്കേണ്ടത് കുടുംബത്തിൽ നമ്മുടെ കടമയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, മറ്റൊരു മേഖല മുതിർന്നവരെ ബഹുമാനിക്കണം. സംസാരങ്ങളിലൊക്കെയും മുതിർന്നവരെ ബഹുമാനിക്കണം. അത് പിന്നീട് കാലഘട്ടത്തിലേക്കും ഒരു അധികാരികൾ അല്ലെങ്കിൽ മറ്റുള്ള നമ്മളെക്കാൾ പ്രായമുള്ളവരെ സംസാരത്തിൽ ബഹുമാനിക്കാനുള്ള നല്ല ശീലം കുടുംബങ്ങളിൽ തന്നെ നമ്മൾ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ വിശുദ്ധരുടെ ജീവിതത്തെ പരിചയപ്പെടുത്തണം. അവർക്കാണ് ഈ ഒരു കുഞ്ഞ്, അവൻ വീഴാൻ പോയപ്പോൾ അവന് കാവൽ മാലാഖയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞു, കാവൽ മാലാഖ എന്നെ താങ്ങിയെന്ന്. വിശുദ്ധരുടെ ജീവിതത്തെ
പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ എനിക്കൊരു വിശുദ്ധനാവണം എന്നൊരു ബോധ്യം കുഞ്ഞുങ്ങളിൽ വളരും. അപ്പം അത് ഏറ്റവും കുഞ്ഞുനാളിൽ അവർക്ക് ആ ഒരു വിത്ത് പാകി കഴിഞ്ഞാൽ പിന്നീട് അവർ വിശുദ്ധരാകും. അവർക്ക് നമ്മൾ പലപ്പോഴും ഈ വേളാങ്കണ്ണി അങ്ങനത്തെ വല്ലാർപ്പാടം പോലുള്ള തീർത്ഥ കേന്ദ്രങ്ങൾ നമ്മൾ തീർത്ഥാടനത്തിന് പോകും. നല്ലതാണ്, പോകണം. ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടവർ അല്ലെങ്കിൽ വിശുദ്ധരുടെ സ്ഥലങ്ങളിലേക്ക്. പക്ഷേ അതിന് പോകുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ എന്താ ചരിത്രം എന്നുകൂടി കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. വേളാങ്കണ്ണിയിൽ എന്താ നടന്നത്, വല്ലാർപ്പാടത്ത് എന്താ നടന്നത്, അത് കുഞ്ഞുങ്ങൾക്ക് അത് ബോധ്യം കൊടുക്കണം. ഇന്ന കാര്യങ്ങളാണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് ഇന്ന കാര്യങ്ങളാണ് ചെയ്തേ. അങ്ങനെ ബോധ്യം കൊടുക്കുമ്പോൾ കുട്ടികളുടെ വിശ്വാസത്തിൻ്റെ ആഴം കൂടും. അതുപോലെ തന്നെ മറ്റുള്ളവരിലായാലും അതൊരു വിശ്വാസത്തിൻ്റെ ആഴം കൂടിയിട്ട് കൂടുതൽ കൂടുതൽ വിശുദ്ധരേക്ക് കൂട്ടുപിടിച്ച് മുന്നോട്ട് നീങ്ങാൻ ജീവിതയാത്രയിൽ ഒരു പ്രചോദനമാകും. മറ്റൊരു ശീലം നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഈശോ മാത്രം ഏക കർത്താവ്, ഈശോ ഏക രക്ഷകൻ എന്നുള്ള ബോധ്യം വിത്ത് എവിഡൻസ്, തെളിവോടുകൂടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. എല്ലാവരെയും നമ്മൾ ആദരിക്കണം. പക്ഷേ രക്ഷിക്കാൻ കഴിവുള്ള ഒരേ ഒരു ദൈവമുള്ളോ, ഒരേ ഒരു കർത്താവുള്ളോ യേശു ക്രിസ്തു മാത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് സൈന്യാധിപനായിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് പീഡകളേറ്റും മരിച്ചതിൻ്റെ ഓർമ്മയാണ് അമ്പുപെരുന്നാൾ. നമുക്കറിയുന്ന അമ്പുപെരുന്നാളുകൾ നമ്മളുടെ അതിൻ്റെ ആ ഒരു അങ്ങനെയാണോ ഈ അമ്പുപെരുന്നാളിൻ്റെ രീതി എന്നൊന്ന് ചിന്തിക്കാം. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു തലമുറയിലേക്ക് ആ ഒരു ബോധ്യം എന്താണ് ഈ അമ്പുപെരുന്നാളെന്ന്, അതിലുപയോഗിക്കുന്ന പാട്ടുകൾ. എനിക്ക് തോന്നുന്നു ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ഈ നമ്മുടെ വിശുദ്ധ സെബസ്ത്യാനോസൊക്കെ മരിച്ച കാലത്ത് ഈ പീഡകളേറ്റ് മരിച്ച സമയത്ത് സ്വർഗീയ സംഗീതങ്ങളായിരുന്നു വിശുദ്ധനെ എതിരേറ്റത്. അങ്ങനെയാണല്ലോ നമ്മൾ മരിക്കുമ്പോഴേക്കും വിശുദ്ധന്മാർ മരിക്കുമ്പോൾ സ്വർഗീയ സംഗീതങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പാട്ടുകൾ കാര്യങ്ങളൊക്കെയും ഒന്ന് ചിന്തിച്ച് മാറ്റം വരുത്തുകയാണെങ്കിൽ അതൊരു അനുഗ്രഹമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു അമ്പുപെരുന്നാളിൻ്റെ പ്രദർശനം നടക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി എന്നോട് വിളിച്ചു പറഞ്ഞു, സിസ്റ്റർ എൻ്റെ വീട്ടിൽ ഒരു അമ്മമ്മ മരിക്കാതെ കുറേ വർഷമായി കിടക്കുന്നത്, ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല മരണം കിട്ടാനായിട്ട്. ഞാൻ ആ അമ്പുപെരുന്നാളിൻ്റെ പ്രദർശനത്തിൽ സാധാരണ എല്ലാവരും പല വിധത്തിലാണ് പ്രദർശനം ചെയ്യുന്നത്. ഈ പള്ളിയിൽ പ്രദർശനം ചെയ്യുന്നത് ജപമാല ചൊല്ലി പോകുന്ന പ്രദർശനമാണ്. ഈ ജപമാല ചൊല്ലി ഈ അമ്മച്ചി പറഞ്ഞ ഈ അമ്മാമ്മ മരിക്കാൻ വേണ്ടിയിട്ട് നല്ല മരണം കിട്ടാൻ വേണ്ടി ജപമാല ചൊല്ലി പ്രദർശനം അവസാനിച്ച് തിരിച്ചു വന്നപ്പോൾ ഈ അമ്മാമ്മ മരിച്ചതായിട്ട് അവർ വിളിച്ചു പറഞ്ഞു. അത്രയും പവിത്രമാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇതിൽ വേറൊരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. ഈ അമ്പുപെരുന്നാളിൻ്റെ അമ്പ് കൊണ്ടുവരുന്ന സമയത്ത് അത് അമ്പിനെ ബഹുമാനിക്കാതെ, വിശുദ്ധനേക്കും ബഹുമാനിക്കാതെ, ദൈവം പോലും ബഹുമാനിക്കുന്ന വിശുദ്ധരെ ബഹുമാനിക്കാതെ ഒരു 2 പേര് തമ്മിലൊരു പ്രശ്നം ഉണ്ടായി ഒരു വീട്ടിൽ. അമ്പ് വരുന്ന സമയത്തുണ്ടായേ. എൻ്റെ അറിവനുസരിച്ച് ഇന്നും ആ വീട്ടുകാർക്കൊരു ഉയർച്ച ഉണ്ടാവുന്നില്ല. ഒരു പ്രാർത്ഥിക്കാൻ എടുത്തു വന്നപ്പോഴാണ് ഈ സെബസ്ത്യാനോസ് നിൽക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ അവരോട് ചോദിച്ചു കൃത്യമായിട്ട് ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പുണ്യാളം നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു അമ്പ് വരുന്നതിൻ്റെ സമയത്ത്, ഇങ്ങനെ അമ്പ് കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്. സ്വർഗം അത്രത്തോളം വിലമതിക്കുന്നതാ വിശുദ്ധരേക്കും. അപ്പോൾ അതിൻ്റേതായ വിശുദ്ധിയോടെ നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പിന്നീട് നമ്മുടെ കുടുംബത്തിനത് അനുഗ്രഹക്കുറവുണ്ടായിരിക്കും. ഒരു കൊച്ചു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, സാപത്താചരണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായത്തിൽ 13 വാക്യത്തിൽ കൃത്യമായിട്ട് കർത്താവ് ഓർപ്പിക്കേണ്ട, എൻ്റെ സാപത്തിനെ ചവിട്ടി മെതിക്കരുത്, എൻ്റെ സാപത്ത് വിശുദ്ധമായിട്ട് ആചരിക്കണം. നിൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആചരണമാവരുത് സാപത്താചരണം. ഞങ്ങൾക്ക് ഞായറാഴ്ചകളിലേക്കും എല്ലാ പണിയും ചെയ്യാനുള്ള, ബാക്കിയുള്ള എല്ലാ പണിയും ചെയ്യാനുള്ള, ജോലികൾ ചെയ്യാനുള്ള ദിവസമായിട്ട് ഞായറാഴ്ചകളെ കരുതരുത്. നമുക്ക് ഞായറാഴ്ച കർത്താവ് പറഞ്ഞ മാതിരി പ്രാർത്ഥനയും കൂടുതലും മറ്റുള്ളവരുടെ കാരുണ്യ പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ അത് വിശുദ്ധീകരണം. ഞാൻ ഓർക്കുകയാണ്, ഒരു ഇടവകയിലും ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ആ വീട്ടുകാർ, അതായത് അപ്പനും അമ്മയും തമ്മിൽ, മക്കളും തമ്മിൽ ഭയങ്കര വഴക്ക്. പക്ഷെ ഞാൻ ചെന്ന സമയത്ത് ആ വീട്ടിലെ അപ്പച്ചൻ പറമ്പിൽ പണിക്കുക, അന്ന് ഞായറാഴ്ചയായിരുന്നു. ഞാൻ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ വഴക്ക് നിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ സൂക്ഷ്മതയോടെ പാലിക്കണം. നിയമാവർത്തന പുസ്തകം 28 അധ്യായത്തിൽ ആദ്യത്തെ വചനം ഇതാണ്, സൂക്ഷ്മതയോടെ കർത്താവിൻ്റെ വചനം പാലിക്കണം. അപ്പച്ചനോട് ഒന്ന് പറമ്പ് പണിക്ക് പോകണ്ട, ഇന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. അത്ഭുതകരമൊന്നും പറയട്ടെ, പിന്നീട് ബാക്കിയുള്ളവരൊക്കെ ധ്യാനത്തിൽ കൂടി വഴക്കിൻ്റെ മേഖലകളൊക്കെ അവിടെ ഇല്ലാതായി. കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് സത്യയോടുകൂടിയാണെങ്കിൽ വീട്ടിൽ അനുഗ്രഹക്കുറവുണ്ടാവില്ല എന്നേ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ച് കുട്ടിപ്പിടിക്കേണ്ടതെങ്കിലും നമ്മൾ കൂടെ കൊണ്ടിടക്കേണ്ട ചില കാര്യങ്ങൾ, ആചാരങ്ങളും നല്ല ശീലങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതം അനുഗ്രഹമാകും. ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും ഈ ദൈവിക മൂല്യങ്ങൾ നമ്മൾ കൂട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരും.
സഭ നമുക്ക് തന്നിട്ടുള്ള ഈ നല്ല പാരമ്പര്യങ്ങൾ, നല്ല ശീലങ്ങൾ കൂട്ടിപ്പിടിക്കാനും അതിൽ കിട്ടുന്ന അനുഗ്രഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അനുഗ്രഹം വാങ്ങിച്ചെടുക്കാനും നമുക്ക് പരിശ്രമിക്കാം.